പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ, അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന
ആൾക്കാരെല്ലാം നീ അത് ഓർക്കണേ പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്യേ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്യേ. അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മതേ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന കാലമാണ്. പൊതുവെ നമ്മൾ നോക്കിപ്പാർക്കുന്നൊരു വിഷയം എന്താ? ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ? അത് സെൻറ്റ് പോളിൻ്റെയും ആദിമസഭയുടെയും എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ്. റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വിഷയം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ EMI എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെവിടെയെങ്കിലും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റായിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും, EMI. അപ്പോഴേ നമ്മൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ പലിശ സഹിതം അടക്കണം. പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI വളരെ ചുരുക്കമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻറ്റ് പോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വെളിപ്പാട്. അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞത്, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്ത് ചെയ്യണം? നമ്മളതൊരു ഷെയറായിട്ട് നമ്മുടെ ഷെയറായിട്ട് അടയ്ക്കുകയാണ്. കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ. ഇപ്പോൾ ഈശോയുടെ സീല് അടിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി. ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം കയർ ഫാക്ടറികളില്ലേ. അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണേ. തറയൊക്കെ കെട്ടിയ ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ നിന്നുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹനങ്ങളെ ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് ആകത്തുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരൊക്കെയെന്ന് വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും. അവിടെ ഇപ്പം ഈശോയ്ക്കൊന്നും മാക്സിമം വാങ്ങിച്ചില്ലേ. അതിൽ ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ, 20 വയസ്സിലൊക്കെ മരിക്കണ മക്കളില്ലേ, 30 വയസ്സിൽ മരിക്കും. അപ്പന്മാർ തന്നെ നമുക്ക് 3-4 വയസ്സുള്ളപ്പോൾ മരിക്കും, ചിലപ്പോൾ 10 വയസ്സുള്ളപ്പോൾ മരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അപ്പോൾ ഈ വിഷയം അപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന്, ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത്. അല്ല കഷ്ടങ്ങളെ കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോയി നടക്കരുതെന്ന് പറയണത്. എന്ത് ചെയ്യണം? അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയറായിട്ട് നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണം ലാഭമാണെന്നൊക്കെ ബൈബിൾ പറയണില്ലേ, ആ രീതിയിലാണ് പറയണത്. കാരണം ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയണത്. ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വീടില്ല, ജോലിയില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു, കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല, മക്കളെല്ലാം മനസ്സിലാക്കണില്ല, ഈ അവലാദിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത്. അവലാദിയിൽ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു,
ഒരു ദിവസം വരും, അത് നിങ്ങൾ എന്നോട് ഒരു അപരാധം ചോദിക്കത്തില്ലെന്ന് പറയും. എന്താ കാര്യം? ആ ദിവസം ഏതായിരിക്കും? കർത്താവിൻ്റെ നിന്ന് ലഭിക്കായ്ക്ക് മഹത്വത്തിന് വേണ്ടി നമ്മൾക്ക് നിന്ന് വാങ്ങിക്കുന്ന EMI ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മയുടെ ജീവിതത്തിലേക്ക് വെങ്കടേശ്വര ഓർക്കുകയും ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് 20ാമത്തെ ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഒറ്റക്കായി. ശരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും, പക്ഷെ അവർക്ക് ഉള്ള വിഷയം അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് എന്ത് വചനത്തിലാണ്? നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവത്വം വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും, സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ ഔസേപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവെച്ച് അതിനെയൊക്കെ എടുത്ത് വർദ്ധിത സന്തോഷമാക്കുകയും ആന്തരിക സന്തോഷമാക്കി മാറ്റണം. അങ്ങനെ അപ്പം ഇതിൻ്റെ പക്ഷേ ജീവിതത്തിൽ പല പല കാലാവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം എന്നോട് എന്തോ അനുമതി ചെയ്ത്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമല്ല, എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത് എനിക്ക് മക്കളില്ല, ഈ മരണം വരെ മക്കളില്ലാത്തവർ, എനിക്ക് മക്കളില്ലേ, അവർക്കെല്ലാം മക്കളുണ്ട്, ഇപ്പോൾ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയാൽ അങ്ങനൊന്നും പറയരുത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മൾ അപരാധികൾ നിർത്തും. ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്, ഇന്ന് പറയണത് ആന്തരിക മനുഷ്യനെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ ഇത് പറ്റും. ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം വളരണം മക്കളെ. ഒരു ദിവസം ദൈവം തരണത് ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. അപ്പോൾ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, നിരാശയില്ലാതെ പ്രത്യാശയോടെ മുന്നേറുക. പ്രൈസിലാണ്. ബിജു, എൻ്റെ ഭാര്യ ടെസ്സി ബിജു. ഭാര്യയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ തലശ്ശേരി അതിരൂപതയിലെ വിജയപുരം ആശാൻകവല എന്ന് പറയുന്ന ഇടവകയിലെ അംഗങ്ങളാണ്. 2023 ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഈ സാക്ഷ്യം ഞാൻ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഭാര്യ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഒക്ടോബർ മാസത്തിൽ ഇങ്ങോട്ട് ഭാര്യ വരണം, കൃപാസനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തുരുമ്പി മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. അവിടെയും മാതാവാണ്, നമുക്ക് അവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഭാര്യയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, 28 വർഷം മുമ്പ് ഞാനും നീയും തമ്മിൽ വെച്ച ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ വരുന്നത്. വിശ്വാസത്തിൽ എനിക്ക് തുരുമ്പിയിലെ മാതാവും എൻ്റെ ഇടവകപ്പള്ളിയിലെ മാതാവും ഒക്കെ കണക്കാണ്. കൃപാസനത്തിൽ പ്രത്യേകിച്ച് മാതാവ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലല്ല ഞാനിവിടെ വന്നത്. ഇവിടെയും പ്രത്യേകിച്ച് വേറൊരു മാതാവുണ്ട് എന്ന വിശ്വാസം എനിക്കിപ്പോഴുമില്ല. പക്ഷെ ഞാനിപ്പോൾ സാക്ഷ്യം പറയണം എന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ആ ഒരു ബോധ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് വന്ന ഒരു മാറ്റമാണ് എനിക്ക് ഈ 6 മാസക്കാലം കൊണ്ടുണ്ടായ വലിയ ഒരു സംഭവം എന്ന് ഞാൻ കരുതുന്നത്. എന്തായാലും ഉടമ്പടിയിൽ ഭാര്യ വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിനുമപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു മാതാവിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുക. ഒക്ടോബർ മാസം 11-ാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി വെച്ചു, പ്രാർത്ഥിച്ചു. ആ ഉടമ്പടിയിൽ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോയി. ഭാര്യ കുറച്ചുകൂടി തീക്ഷ്ണമായി ദിവ്യബലിയിൽ സംബന്ധിക്കാൻ വേണ്ടി തുടങ്ങി. കുടുംബ പ്രാർത്ഥന വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്, വേണമെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനയിൽ കടന്നുകൊണ്ടിരുന്നത്, നിർബന്ധമായും ജപമാല ചൊല്ലിക്കിടക്കണം എന്ന തീരുമാനത്തിലേക്ക് ഞാനും ഭാര്യയും വന്നു. മക്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 3 മക്കളാണ് ഞങ്ങൾക്ക്. അതിൽ ഒരാൾ മാത്രമാണ് മാസത്തിലൊരിക്കലെങ്കിലും വന്ന് വീട്ടിൽ വന്ന് പോകുന്നത്. ബാക്കി 2 പേര് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ദിവസം, സാധാരണ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നവംബർ മാസം 3-ാം തീയതി, എന്നാൽ ആദ്യ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യ വെള്ളിയാഴ്ചയും 2-ാം വെള്ളിയാഴ്ചയും ഒക്കെ വെള്ളിയാഴ്ചകൾ തന്നെയാണ് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ അന്ന് ആദ്യ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു, കിടക്കാൻ പോയി. ഞങ്ങൾ സാധാരണ 11 മണിക്ക് ശേഷം കിടക്കാറുള്ളൂ. അന്ന് 11:30ഓളമായി കിടക്കാൻ പോകുമ്പോൾ 11:30 കിടക്കാൻ പോയി. 11:30 ആയപ്പോൾ ഭാര്യയ്ക്ക് ഒരു ചെറിയ അസ്വസ്ഥത, എന്തൊരു ബുദ്ധിമുട്ട് പോലെ അവൾക്ക് തോന്നി. അവൾ പറഞ്ഞു, ഞാൻ മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നോളാം, പപ്പ കിടന്നോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന ടീപ്പോയിലിരുന്ന കാശ് രൂപം എടുത്ത് ഉടമ്പടി വെക്കുമ്പോൾ കൊടുക്കുന്ന കാശ് രൂപം എടുത്ത് പതിവില്ലാത്ത പണം എന്നോട് പറഞ്ഞു, പപ്പ ഇതിനൊരു ഉമ്മ കൊടുത്തേരെ എന്ന് പറഞ്ഞു. ഞാനൊരു ഉമ്മ കൊടുത്തു. ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു. ഞാൻ കിടന്നു. ഭാര്യ പ്രാർത്ഥിക്കാനായി ഹാളിലേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ നിലവിളി കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഉടമ്പടി വെക്കാനായി ഉടമ്പടി വെച്ചപ്പോൾ കൊടുത്ത കാശ് രൂപം ഇടത് കയ്യിൽ പിടിച്ച് വലത് കയ്യിൽ ഉടമ്പടിയുടെ പ്രാർത്ഥന പുസ്തകം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കയ്യിലിരുന്ന കാശ് രൂപത്തിൽ നിന്ന് നല്ല സുഗന്ധമുള്ള ഒരെണ്ണ മടിയിലേക്ക് ഒഴുകി വീഴുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഞാൻ ബളാലിൽ എണ്ണ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് ഇത് ആ രൂപത്തിൻ്റെ എവിടെന്നെങ്കിലും ഒഴിക്കുന്നതാണോ എന്നൊക്കെ ആശങ്കയോടെ അങ്ങനെ ആ ഒരു മൈൻഡിലൊക്കെ നോക്കുന്ന ഒരാളാണ്. വിശ്വാസത്തിലൊന്നും കുറവില്ല, പക്ഷെ അങ്ങനെ നോക്കിയ ഒരാളാണ് ഞാൻ. എൻ്റെ കൺമുമ്പിൽ കാണുകയാണ് ഞാൻ ആ കാശ് രൂപത്തിൽ നിന്നും എണ്ണ ഒഴുകി അവൾ ധരിച്ചിരുന്ന നൈറ്റി, ഇടതുകാലിൻ്റെ നൈറ്റി നനഞ്ഞ് എണ്ണ വീണ് കിടക്കുന്ന കാഴ്ചയാണ്. വേർത്തൊഴുകി കണ്ണുനീരൊഴുകി ഇരിക്കുന്ന ഭാര്യയെ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ കിട്ടിയ ചെറിയൊരു ബബിൾ പാത്രമെടുത്ത് ആ പാത്രത്തിലേക്ക് കാശ് രൂപവും കയ്യിൽ നിന്ന് ലഭിച്ച 5-6 തുള്ളി എണ്ണയും കൂടി ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിൻ്റെ ഫോട്ടോ ഞാൻ അച്ഛന് കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ മകൻ ഒമാനിൽ നിന്ന് അന്ന് അവിചാരിതമായി വീട്ടിൽ വന്നിട്ടുണ്ട്. ഒമാനിൽ ഉണ്ടായിരുന്ന മകനും ഇവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന നിർബന്ധത്തിനോട് താല്പര്യമുണ്ടായിരുന്ന ആളല്ല, പക്ഷേ അവിചാരിതമായി ഞാൻ പറയുന്നത് ഒരിക്കലും 2 വർഷം കഴിഞ്ഞ് പഴയ മകൻ നവംബർ മാസം 1-ാം തീയതി അവിചാരിതമായി അവൻ വീട്ടിലേക്ക് ഞങ്ങളോട് പോലും പറയാതെ വീട്ടിലേക്ക് കടന്നു വന്നു. അവനും വന്ന് രാത്രി വീട്ടിലുണ്ട്. ഞാൻ പെട്ടെന്ന് മകനെ വിളിച്ചുകൊണ്ട് വന്നു. മകനെയും ഈ കാഴ്ച കാണിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 മണി ആയപ്പോഴത്തേക്കും ആ കാശ് രൂപം വെച്ചിരുന്ന പാത്രത്തിൽ കാശ് രൂപം നികന്ന് നല്ല സുഗന്ധപൂരിതമായൊരു എണ്ണ വന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അതിൽ കൂടി ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കരിങ്കലിൽ നിന്ന് വെള്ളം കൊടുത്ത അത്ഭുതങ്ങൾ സൃഷ്ടിച്ച തമ്പുരാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടുന്ന വളരെ അത്ഭുതകരമായൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ മാതാവ് വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നു. അതുപോലെ തന്നെ അതിനുശേഷം നവംബർ മാസം 3-ാം തീയതി കഴിഞ്ഞു. ഡിസംബർ മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ തുരുമ്പി മാതാവിൻ്റെ പെരുന്നാളാണ്. തുരുമ്പി മാതാവിൻ്റെ പള്ളിയിൽ പെരുന്നാളിന് ഞങ്ങൾ 10 ദിവസവും നൊവേനയുണ്ട്, കുർബാനയുണ്ട്. 10 ദിവസത്തെ നൊവേനയ്ക്കും കുർബാനയിലും ഞങ്ങൾക്ക് മുടങ്ങാതെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പതിവില്ലാത്ത ഒരു അനുഗ്രഹമാണ്. ആ 9-ാമത്തെ ദിവസത്തെ നൊവേനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാഴ്ചവെപ്പിൻ്റെ സമയമായി. ഭാര്യയ്ക്ക് ടെസിക്ക് വലിയൊരു അസ്വസ്ഥത. അവൾ വേർത്തൊഴുകുകയാണ്, കണ്ണുനീരൊഴുകുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ അവളിരിക്കുന്നു. അവൾ പെട്ടെന്ന് എൻ്റെ സഹോദരിയുടെ മോളുടെ കൊച്ചിനെ പറഞ്ഞു വിട്ട് എന്നെ വിളിച്ചു. പപ്പ ഇന്ന് വീട്ടിൽ പോകണം. നമ്മൾ പറയുന്നത് മാതാവ് എന്നോട് വീട്ടിൽ വരെ പോകണം എന്ന് പറയുന്നുണ്ട് എന്നാണ് ഞാൻ കാറിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ എന്തിനാണ് വീട്ടിൽ പോകുന്നത്? കുർബാനയുടെ സമയത്ത് വീട്ടിൽ പോകുന്നത് എന്തിനാണ്? അപ്പോൾ എന്തായാലും ഭാര്യ പറഞ്ഞു അവളുടെ ഒരു സങ്കടകരമായ അവസ്ഥ. എന്തായാലും ഞാൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന ഞങ്ങളൊരു ബോട്ടിൽ വെച്ചിരുന്ന എണ്ണയുടെ 3 ഇരട്ടിയായി ആ എണ്ണ വർദ്ധിച്ചിരിക്കുകയാണ്. ആ കാശുരൂപം ഇട്ട് ഒരു ഭരണിയിൽ വെച്ചിരിക്കുകയാണ്. ആ കാശുരൂപം 3 ഇരട്ടിയായി എണ്ണ വർദ്ധിക്കുന്ന അത്ഭുതകരമായ മറ്റൊരു കാഴ്ചക്ക് അന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു. ജനുവരി മാസം 6-ാം തീയതി. അതിനുശേഷം ജനുവരി മാസം 9-ാം തീയതി വീണ്ടും ഇതേപോലെ തന്നെ ഭാര്യ പ്രാർത്ഥിച്ചു. കാശുരൂപത്തിൽ അന്ന് ഞങ്ങൾ വീട്ടിലുണ്ട്. കാശുരൂപത്തിലെ ആ ഭരണിയിൽ കൈവച്ച് മകളുടെ പോസ്റ്റ് BSc എക്സാം അന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തലേന്ന് മോൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മോളുടെ പരീക്ഷ തുടങ്ങുന്ന രാവിലെ 9:30 മുതൽ ഭാര്യയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ഈ കാശുരൂപം വെച്ചിരുന്ന ഭരണിയുടെ മേലെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഭരണി നിറയോളം എണ്ണ, സുഗന്ധപൂരിതമായ എണ്ണ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായി. അതിനുശേഷം അങ്ങനെ വലിയ കാര്യമായ എണ്ണ വർദ്ധനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. ആദ്യത്തെ എണ്ണ വന്ന നവംബർ മാസം 3-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഉടമ്പടിയിൽ ഒരു വിഷയം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായി കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ തമ്പുരാൻ ഏറ്റെടുക്കണം. കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയതുപോലെ അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെയാണ് പ്രധാനമായും ഇവിടേക്ക് വരിക. അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് 2 മാസക്കാലം മുമ്പ് ഞങ്ങൾ തൊട്ട അയൽവക്കത്തുള്ള ഒരാൾ ഞങ്ങളുടെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ആലോചിച്ചിരുന്നു. ചെറിയൊരു സ്ഥലം, വലിയ സ്ഥലമൊന്നുമല്ല, ഞങ്ങളുടെ കടബാധ്യത തീർക്കാൻ മാത്രമുള്ള കച്ചവടമൊന്നുമല്ല. ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ആലോചിച്ചു. 2 മാസം മുമ്പേ ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഈ സ്ഥലം വാങ്ങാൻ മാത്രം പണം ഞങ്ങളുടെ അടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വാങ്ങി അത് ആധാരം ചെയ്ത് വാങ്ങി കേട്ടോ എന്ന് എന്നോട് എൻ്റെ തന്നെ സമപ്രായമുള്ള സുഹൃത്താണ്. ആ സുഹൃത്ത് വന്ന് പറഞ്ഞു. ഈ 3-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി രാവിലെ ഈ സഹോദരൻ ഒരു 8 മണിയായപ്പോൾ വീട്ടിൽ കയറി വന്നു. ഞങ്ങളോട് പറയുകയാണ്, എന്നെ ബിജുവേട്ടാണെന്ന് വിളിക്കുന്നത്, ബിജുവേട്ടാ ഞാനും അനിയനും കൂടി ആ സ്ഥലം എടുത്തോളാം കേട്ടോ, മറ്റേ സ്ഥലം വിറ്റ് ഈ സ്ഥലം വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നമുക്ക് ആ കച്ചവടവുമായി മുമ്പോട്ട് പോകാം എന്ന് പറയുന്ന ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച 1-ാമത്തെ വിഷയത്തിന് മുഴുവനായി പരിഹാരമായി എന്നല്ല, ചെറുതെങ്കിലും ഒരു ആശ്വാസം മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് എൻ്റെ മകൻ്റെ കാലിൽ 8 മാസക്കാലമായി ഒമാനിൽ താമസിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന മകന് കാലിലെ വിരളിൽ 3 ആണികൾ, ആദ്യം 1 ആണി ഉണ്ടായിരുന്ന 3 ആണിയായി മാറി. ആ ആണി രോഗം സുഖപ്പെടുത്തണമെന്ന് എന്ന ഭാര്യയുടെ ഒരു ഉടമ്പടിയിലെ ഒരു വാചകമായിരുന്നു. അത് വീട്ടിൽ വന്നവൻ പോയി ഈ എണ്ണ തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ച്, ഇവിടെ നിന്ന് ലഭിച്ച എണ്ണയും തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. ആ തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. അവൻ ഒമാനിലേക്ക് തിരിച്ചു പോയി
തിരിച്ചു പോയി അവിടെ ചെന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ കാലിൻ്റെ ഫോട്ടോ എടുത്ത് ഭാര്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അമ്മയെ പരിപൂർണമായും ആണി സുഖപ്പെട്ടു, ആ ആണി രോഗം പരിപൂർണമായും സുഖപ്പെട്ടു എന്ന സാക്ഷ്യം അവൻ തന്നെ നൽകി. അതേപോലെ തന്നെ ഇവളുടെ ഇടത് കൈ ഒരു 5-8 വർഷക്കാലമായി തുണി പിഴിയണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും സഹായിക്കണമായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് പിഴിയുന്ന തുണിക്ക് അപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും ഒരു തുണി പിഴിയണമെങ്കിൽ, ഷർട്ട് പശ പൊക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഭാര്യയെ ഞാൻ കൂടി സഹായിക്കേണ്ട സാഹചര്യമായിരുന്നു 8 വർഷക്കാലമായി. ഈ ഇടത് കൈയിലിരുന്ന് അമ്മയുടെ കാശുരൂപത്തിൽ നിന്നും ആ സുഗന്ധപൂരിതമായ എണ്ണ വന്നതിന് ശേഷം ഒരു സഹായത്തിന് എനിക്ക് പോകേണ്ടി വന്നില്ല. പരിപൂർണമായും ആ കൈ സുഖപ്പെട്ട സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. അതും ഉടമ്പടിയിലെ ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഉടമ്പടിയിൽ ഇല്ലാത്ത വിഷയങ്ങളിൽ അത്ഭുതകരമായ 2 സംഭവങ്ങൾ കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 2 കാര്യങ്ങൾ. കഴിഞ്ഞ പെസഹ ബുധനാഴ്ച വൈകുന്നേരം ഞാൻ സാധാരണ പണിയൊക്കെ കഴിഞ്ഞ് തിണ്ണയിൽ വന്ന് ഇരിക്കുകയാണ്. അതുവരെ 5:30 വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു നടന്നിരുന്ന ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ ഇടത് കാലിൽ ഒരു വേദന, മുട്ടിൻ്റെ അടുത്ത്. എനിക്ക് എഴുന്നേറ്റ് നടക്കാനാവുന്നില്ല, നിൽക്കാനാവുന്നില്ല, വേദനയാണ്. ഞാൻ അത്യാവശ്യം കുഴമ്പ് തിരുമ്മി ചൂട് പിടിച്ചു, ഒന്നും കുറയുന്നതേയില്ല. ഞാൻ ആസ്പത്രിയിൽ പോകാനായി എൻ്റെ ഭാര്യയുടെ ആങ്ങളയെ വിളിച്ചു. ആങ്ങളയുടെ മോനെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, വണ്ടി ഓടിക്കാൻ വേണ്ടി വിടാം, ആസ്പത്രിയിൽ പോകാൻ കൂട്ടുവിടാം എന്ന് പറഞ്ഞു. അവനോട് വരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റ് ഹാളിലെ സെറ്റിയിൽ പോയിരിക്കുകയാണ്. എനിക്ക് പോയി ഒന്ന് കൈ കഴുകാൻ പോലും, കാപ്പി കുടിക്കാൻ കൈ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്ന ഞാൻ പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ആസ്പത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. ഈ മാതാവിൻ്റെ എണ്ണ എടുത്തു, കാലിൽ തൂത്തു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന അന്നേരം ചെല്ലി. എന്തായാലും ഒരു 20-25 മിനിറ്റോട് കൂടി ഏതാണ്ട് 90% സുഖപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും ആശുപത്രിയിലായിരിക്കും ഉറപ്പിച്ച ഞങ്ങളെ കുടുംബസമേതം ഞങ്ങൾ ആശുപത്രിയിലായിരിക്കുന്നു. കാരണം ഞാൻ ആശുപത്രിയിൽ പോയ ഭാര്യയും വരും, വീട്ടിൽ വേറെ ആരുമില്ല. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ കഴിയില്ല, പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കാൻ പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോകാനും ദുഃഖവെള്ളിയാഴ്ച നടന്ന്, കാലിൽ ചെറിയൊരു പെയിൻ ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ നടന്ന് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാനും ദൈവം അനുഗ്രഹിച്ചു. ഈ എണ്ണ വഴി എന്ന ഒരു അത്ഭുതവും ഉണ്ടായി. അതേപോലെ തന്നെ വിശ്വസിക്കാനാവും. അതുകൊണ്ട് എനിക്ക് സാമാന്യബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. ഒരു ദിവസം ഇവൾ ഹോസ്പിറ്റലിലായി. പെട്ടെന്ന് രാത്രിയിൽ ഒരു ഛർദി വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ഞങ്ങൾ 2 പേരും കൂടെ ആസ്പത്രിയിൽ പോയി. പെട്ടെന്ന് ആസ്പത്രിയിൽ പോകുന്നതാണ്, വീട്ടിൽ മറ്റാരുമില്ല. ആസ്പത്രിയിൽ പിറ്റേന്ന് രാവിലെ ഞാൻ ഇവളുടെ ഡ്രസ്സ് എടുക്കാനും അത്യാവശ്യം വീട്ടിൽ പട്ടിയുണ്ട്, പട്ടിക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഞാൻ വീട്ടിൽ വന്നു സ്റ്റൗ കത്തിച്ചു. സ്റ്റൗവിൽ കുക്കർ വെച്ചു. കുക്കറിൽ അരി തീയലിട്ടു. ഞാനുള്ള ഡ്രസ്സൊക്കെ നോക്കി ഏതൊക്കെ ഡ്രസ്സാണ് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, കുക്കറിൻ്റെ ഒച്ച കേട്ടപ്പോൾ എന്താണ് തീയെ വെച്ചിരിക്കുന്നത്? ഞാൻ പട്ടിക്ക് തീറ്റ വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അത് വെന്ത് കാണുമ്പോൾ പോയി ഓഫാക്ക് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഓഫാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഗ്യാസ് സ്റ്റവിൽ നിന്ന് ഗ്യാസ് കുറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്ന ഗ്യാസ് കണക്ഷൻ വയറിൻ്റെ അറ്റത്ത് തീ കത്തി നിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഗ്യാസ് കുറ്റിയിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വന്ന് ആ കണക്ഷൻ വയറിൻ്റെ അറ്റത്ത് തീ പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നിട്ടും ആ തീ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കെടുത്തി ഒരു അപകടവും ഉണ്ടാകാത്തതുകൊണ്ട് എൻ്റെ കുടുംബത്തെയും എന്നെയും സഹായിച്ചു മാതാവിൻ്റെ സാന്നിധ്യമുള്ള വീടായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. കാരണം ഇല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയിലേക്ക് തീ കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ട ആവശ്യമില്ല, അവിടെ തടഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം അത്ഭുതകരമായൊരു സംഭവം എൻ്റെ വീട്ടിൽ, എൻ്റെ മാത്രം സംഘം, മറ്റാരും അതിന് സാക്ഷിയില്ല. ഞാനും തമ്പുരാനും മാത്രമാണ് ആ വിഷയത്തിൽ സാക്ഷി. പക്ഷേ അന്ന് വയറ് മാറ്റേണ്ടി വന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിശ്വാസ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിൽ കുറവുണ്ടായിട്ടല്ല, പക്ഷേ കുറച്ചുകൂടി തീഷ്ണമായി ദൈവത്തെ അംഗീകരിക്കാൻ, മാതാവിൽ ആശ്രയിക്കാൻ, മാതാവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, മാതാവിനെ എല്ലാം ഏൽപ്പിച്ച് ധൈര്യപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. തിരുക്കുമാരൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ എല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ പോവുകയാണ്. അതിൽ കുറച്ച് എണ്ണ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞ് ചെയ്യാം. മുഴുവൻ എണ്ണയും കൊണ്ടുവരാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചെണ്ണ മാതാവിൻ്റെ കാശുരൂപത്തിൽ നിന്ന് വന്ന എണ്ണയാണ്. അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ പ്രത്യേകിച്ച് ഒരു കുടുംബം പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം പറയുന്ന മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം. കാരണം നമ്മൾ കേരളത്തിൽ വിവിധ ഇടങ്ങളിലൊക്കെ ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് തേനും എണ്ണയും ഒക്കെ വരുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മാതാവിൻ്റെ അത്ഭുതങ്ങളിൽ ഒരു ഇതും ഉടമ്പടിയിലെ കാശുരൂപത്തിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട സാക്ഷ്യം. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ ആയിട്ടാണ് ഇവർ വന്നത്. വേറെ പ്രത്യേകിച്ച് ഇതിലൊരു മാതാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. ഇന്ന് അത് കുറച്ചും കൂടെ പ്രകടമായിട്ട് മാതാവ് അത് ഈ ലോകത്തിന് മുമ്പിൽ പറയുവാനായിട്ട് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യങ്ങളെയും ഉപയോഗിക്കുന്നുള്ളതാണ്. രണ്ടാമത്തത് വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നിലനിൽക്കുവാൻ ഉടമ്പടി പഠിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഒപ്പം ഈ ഒരു കാര്യത്തിൽ തുടക്കത്തിൽ എല്ലാവരുടെയും ഒരു സാധാരണ യുക്തി അനുസരിച്ച് നമ്മൾ ഈ ഒരു ആലയത്തിൽ എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റ് ഇടങ്ങളിൽ മാതാവിന് ശക്തി ഇല്ലാത്തതുകൊണ്ടോ
മറ്റ് ഇടങ്ങളിൽ മാതാവിൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഒരു സ്ഥലത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണ ഇടത്തെ ഒരു സഭ അംഗീകരണത്തിന് വിധേയമാക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ ആ ഇടത്ത് വന്ന് എത്തിച്ചേരുന്നവർക്ക് എല്ലാവർക്കും ദൈവാനുഭവം ഉണ്ടാകണമെന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവിടെ വന്നു ചേരുന്നവരും ഈ ഇടത്തെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഈ പറഞ്ഞാൽ പോരല്ലോ. പറയുന്നിടങ്ങളൊന്നും ദൈവം തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവിടെ വന്നെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. അതിപ്പം ദൈവത്തിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ബൈബിൾ വായിക്കുമ്പം കർത്താവ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ആ പ്രത്യേകമായ ഒരു അഭിഷേകവും കഴിവും ശക്തിയും കൃപയും നൽകി അവരെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യണതൊക്കെ ബൈബിളിൻ്റെ ഭാഗമാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇന്നും നടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ആരാണോ ഈ ജീവിതത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കും പ്രാർത്ഥനയിലേക്കും മുമ്പിട്ട് വരുന്ന ആ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് വരങ്ങൾ നൽകി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത് ഒരു ബൈബിൾ പശ്ചാത്തലത്തിലുള്ളൊരു സത്യവും കൂടിയാണ്. അപ്പം അമ്മ ഈ ഒരു ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന് ലോകത്തിന് മുമ്പിൽ ജോസഫച്ചൻ കണ്ടു എന്ന് വിളിച്ചു പറയുന്നതിനോടൊപ്പം അത് സാക്ഷ്യമായിട്ട് മാറണമെങ്കിൽ അനേകർ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പിഞ്ചെന്ന് അനുഭവങ്ങൾ ഉണ്ടാകണം. അതാണ് ഓരോ പ്രാവശ്യവും ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിലേറെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു സമയവും സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് പറയുകയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഈ ഒരു കുടുംബം തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു. ഒപ്പം ആ ഒരു സമയത്ത് തന്നെ മകനും അവിടെ എത്തിച്ചേരുന്നതൊക്കെ നമ്മളതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ടൊന്നും അല്ല വായിക്കണത്. മാതാവ് ആ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് മാതാവ് തന്നെ സമയം ക്രമീകരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നാണ്. അപ്പം ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കേൾക്കുമ്പം അതിൽ വരുന്ന വ്യക്തികളും സമയങ്ങളും അതിൻ്റെ കാരണങ്ങളും എല്ലാം ഒരു ബോധ്യപ്പെടുത്തേണ്ട ഭാഗമായിട്ട് പിന്നെ ഈ ഒരു കുടുംബം നമുക്ക് മുമ്പിൽ പറയുന്ന ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയിൽ ഇനിയും ശക്തമായി വിശ്വസിക്കുവാനും മാധ്യസഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി സന്തോഷ്. മംഗലാപുരം ബെൽത്തങ്ങടി രൂപത സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വന്ന് 2020 ഫെബ്രുവരി 20 വന്ന് ഉടമ്പടി എടുത്തു. കൃപാസനത്തിനെക്കുറിച്ച് 2019 ഡിസംബറിലാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ വന്നത് എനിക്ക് ഭയങ്കര രോഗമായിരുന്നു. രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസിലാണ് സർവീസ് ചെയ്തത്. അങ്ങനെ എനിക്ക് വയ്യാത്ത അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സർവീസ് കംപ്ലീറ്റ് 20 ഇയേഴ്സ് ആയപ്പോഴേ ഞാൻ എഴുതി VRS പോന്നു. ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് ഞാനൊന്ന് വീണായിരുന്നു. അങ്ങനെ എൻ്റെ ഡിസ്കിന് 2 എടുത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 18 വർഷമായിരുന്നു. എനിക്ക് മുട്ടുകുത്തി ഒരു സ്രോസ്നായോ ഒരു നന്മ നിറഞ്ഞോ ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്കിന്ന് ഒരു കൊന്ത കംപ്ലീറ്റ് ഞാൻ മുട്ടുകുത്തി ചൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മുട്ടിന് തേയ്മാനമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് 54 വർഷത്തെ തേയ്മാനമുണ്ട്, ഇത് സുഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് നേർച്ച വസ്തു തൂക്കുമായിരുന്നു. ആദ്യം എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയോ പ്രതിഷ്ഠിത പ്രാർത്ഥനയോ മുട്ടുകുത്തി ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്ന് ഞാൻ മുട്ടുകുത്തി തന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ സൗഖ്യം കിട്ടി. അതേപോലെ തന്നെ അലർജി രോഗം ഉണ്ടായിരുന്നു. 16 വർഷമായ അലർജി. എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ആ മാസം തൊട്ടുള്ള അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയെടുത്തിട്ട് മാന്തുമായിരുന്നു, ചൊറിയുമായിരുന്നു. അതേപോലുള്ള അലർജിയായിരുന്നു. ചോര വരും, പിന്നെയും മാറും. അങ്ങനെ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഒരു ഇടത്ത് വശത്തെ സൈഡ് ഫുള്ള് ന്യൂറോയുടെ പ്രോബ്ലമാണ്. ന്യൂറോയ്ക്ക് ഞരമ്പിന് ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് എൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് കുടിക്കാൻ വയ്യായിരുന്നു. അതും സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അമ്മ. അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര മുൻകോപമായിരുന്നു. ആ മുൻകോപം പൂർണ്ണമായിട്ട് മാറ്റി തന്ന അമ്മ. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ദേഷ്യം, മക്കളെന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും വഴക്കൂടിയാലും ഒന്നും എനിക്ക് ദേഷ്യം വരുന്നില്ല. അതേപോലെ ഞാൻ ചീത്ത പറയുമായിരുന്നു, അതും പൂർണ്ണമായിട്ട് എൻ്റെ നാക്കിന്ന് എടുത്തു മാറ്റി അമ്മ. അതേപോലെ തന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോള് 10ാം ക്ലാസ്സിലായിരുന്നു. മോൾക്ക് പഠിക്കും അവൾ, പക്ഷെ മറവിയാണ്. അങ്ങനെ അവൾക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഹിന്ദിയും ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഡിസ്റ്റൻഷൻ കൂടെ മാർക്ക് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഡിസ്റ്റൻസിന് എത്ര വേണം? അപ്പോൾ അവൾ പറഞ്ഞു 535 മാർക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞു 536 മാർക്കിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ടിൻ്റെ തലേദിവസം എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ രാത്രി 12 മണി രാത്രിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സാരി
ചുഴലിക്കാറ്റ് പോലെ ആകാശത്തിലോട്ട് ചുരുണ്ടു പോകുന്നു. ചുരുണ്ടല്ല, ഒരു ചുഴലിക്കാറ്റ് എങ്ങനെ മേളിലോട്ട് പോകുന്നു അതേപോലെ അതിൽ സ്വർണ്ണ മുത്തുകൾ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മേ എൻ്റെ കുഞ്ഞിന് ഇത്രയും മാർക്ക് കിട്ടാൻ ഞങ്ങൾ എന്ത് യോഗ്യതയുള്ളവരാ എന്ന് പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ രാവിലെ തൊട്ട് മോളും പുതിയ നിയമത്തിൻ്റെ പുസ്തകം, അവൾ ബൈബിളൊന്നും വായിക്കത്തില്ല. അവൾക്കും എന്നെപ്പോലെ തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു. അവൾ എന്നോട് വഴക്കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി കിട്ടി. പിറ്റേ ദിവസം മോള് പുതിയ നിയമത്തിൻ്റെ ഫുള്ള് രാവിലെ തൊട്ട് റിസൾട്ട് 3 മണിക്കാണ്. അതുവരെ അവൾ ആ പുതിയ നിയമം ഫുള്ള് കംപ്ലീറ്റ് വായിച്ചില്ല, അവൾ പഠിച്ചു തീർത്ത്. അപ്പോൾ ഞാനിരുന്ന് എൻ്റെ ബെഡിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ആരോ വന്ന് പറയുന്ന പോലെ തോന്നി. എനിക്ക് എണിച്ച് അലമാരിക്കകത്തൊരു തിരുകുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, അവിടെ ഒരു തിരി കത്തിച്ചേച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ വേഗം പോയി തിരി എടുത്തുകൊണ്ട് വന്ന് കത്തിച്ച് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ആ അലമാരി എനിക്കൊരു നീല ആകാശം പോലെയാണ് കണ്ടത്. അതിനകത്ത് അമ്മ സിൽവർ കളറുള്ള അമ്മയുടെ അതേ കളറുള്ള ഒരു മാലാഖയല്ല, 1 കോടി മാലാഖമാർ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നന്ദി പറയുന്നു, ഞാൻ ഇത്രയും മാത്രം എൻ്റെ കുഞ്ഞിന് മാർക്ക് കിട്ടാൻ ഞാൻ എന്താണ് യോഗ്യത? എൻ്റെ കുഞ്ഞിന് എന്തൊരു യോഗ്യതയുണ്ട്? അവൾക്കൊരു 430 മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത കുഞ്ഞാണ്. അല്ലാണ്ട് പലവട്ടം പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരാറുണ്ട്. അത്രയും ഉയർത്തി തന്ന, എന്നിട്ട് മാർക്കൊക്കെ തന്ന് അന്നത്തെ റിസൾട്ട് 3 മണിക്ക് റിസൾട്ട് കിട്ടിയത് 552 മാർക്ക് തന്ന് എൻ്റെ അമ്മയും എൻ്റെ തിരുകുമാരനും അനുഗ്രഹിച്ചു. അതേപോലെ ഞാൻ റിസൾട്ട് എക്സാം എഴുതാൻ നേരത്ത് അവൾ പറഞ്ഞു, അമ്മ എനിക്ക് എഴുതിയത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ചിരിച്ച്, മോക്കടെ പരീക്ഷ എഴുതിയത് അമ്മയാണല്ലോ. അപ്പോൾ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്മ കൂടെ പോയി അമ്മയുടെ മടിയിലിരുത്തി എഴുതണം. അപ്പോൾ എഴുതാൻ നേരത്ത് എൻ്റെ ഈശോ അവക്കടെ കയ്യെ പിടിച്ചെഴുതണം. ഞാൻ മോളോട് പറഞ്ഞു, മോളെ നീ പേപ്പർ എഴുതിയതിന് ശേഷം ടീച്ചർമാർക്കല്ല കൊടുക്കുന്നത്, അത് ഈശോയ്ക്കാണ് കൊടുക്കേണ്ടത്, നീ പറഞ്ഞിട്ട് കൊടുക്കണം, ഇതെൻ്റെ ടീച്ചറല്ല, ഇത് ഈശോയാണ് എന്ന്, അത് കറക്ഷൻ ചെയ്യുന്ന ഈശോയായിരിക്കും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി, ഈശോയായിരുന്നു റിസൾട്ട് തന്നത്, അമ്മയാണ് എഴുതിച്ചത് എന്ന്. ഞാൻ ആ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റേതാണ്. ഭർത്താവിന് ആർമിയിലായിരുന്നു. ഹസ്ബൻഡിന് 10 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ചേട്ടൻ അങ്ങനെ വിശ്വാസമൊന്നുമില്ല, വലിയ വിശ്വാസമില്ല, പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മേനെ കൊന്ത ഒറ്റയ്ക്കിരുന്ന് ചൊല്ലത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കും. പക്ഷെ പുള്ളി ഒരു ദിവസം ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത്രയും മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ നടുവേദന മുട്ടുവേദന എല്ലാം ഉണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ച്, അപ്പോൾ പുള്ളിക്ക് തമ്പാക്കു തിന്നുന്നൊരു അസുഖം, ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു, ഭയങ്കര എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഉടമ്പടി പ്രാർത്ഥനയല്ലേ നേർച്ച ഉപ്പ് എടുത്തുകൊണ്ട് പോയി. ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നാവി തൊട്ടെന്നല്ല, അതങ്ങ് അമക്കി വെച്ചേച്ച് പറഞ്ഞു, ഇനി നാളെ തൊട്ട് ഇത് തൊടത്തില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ തൊടുന്നില്ല. അതേപോലെ തന്നെ ചേട്ടൻ, ഞാൻ അതിന് മുന്നേ 2-3 ദിവസത്തെ അമ്മേനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേട്ടനോട് പറയുമ്പം ചേട്ടന് വലിയ ഒരുമാതിരി ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമ്പം എൻ്റെ ചേട്ടനുള്ള സമയത്ത് മാത്രമേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു ദിവസം ഏപ്രിൽ ജൂൺ മാസത്തിൽ അമ്മ 7-ാം തീയതി, അതും 7-ാം തീയതിയാണ് അമ്മ വന്നത്. അമ്മ വന്നു. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ചേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കിടക്കുവാന്ന് പറഞ്ഞു, ഉറക്കം വരുന്നു, ഉറങ്ങുന്നു പറഞ്ഞു. ഞങ്ങൾ 11:30 വരെ ഇരുന്ന് ഓരോ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ തിരിഞ്ഞ് കിടന്നു. ഞാൻ നേരെ തന്നെ കിടക്കുക, പട്ടി ഭയങ്കര കൊര. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തെ ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എണിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എണിക്കാൻ പറ്റുന്നത്, എൻ്റെ ശരീരമെല്ലാം ഒരു പച്ച പോലെയായി. പെട്ടെന്ന് ഞാൻ ഏത് നൈറ്റി ഇട്ടോ അതേ നൈറ്റിയിൽ ഒരു സ്ത്രീ എണിച്ച് പോയി സ്വിച്ചിട്ട് പുറത്തെ ലൈറ്റെല്ലാം ഓണായി, പട്ടി കൊര നിന്ന്. പെട്ടെന്ന് അപ്പോൾ എനിക്ക് കൈയൊന്നും മൂവ്മെൻ്റ് ഇല്ല, എൻ്റെ ഫുള്ള് ശരീരം, എനിക്ക് കണ്ണ് കാണുന്നുണ്ട്, പക്ഷേ വേറൊന്നും മൂവ്മെൻ്റ് ആവുന്നില്ല. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പം കൃപാസനത്തിലെ അമ്മ എൻ്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ നിൽക്കുന്നു. അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു സൂര്യൻ എന്ന് പറയാം, സൂര്യൻ്റെ പ്രകാശം അമ്മയുടെ കണ്ണിൽ നിന്ന് എൻ്റെ മുഖത്തോട്ട് അതടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, മകളെ നീ സ്തുതിക്ക്, നിൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ നിയോഗങ്ങൾ പറയാൻ പറ്റുന്നില്ല, ഞാൻ ഉള്ളു മനസ്സും കൊണ്ട് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ തിളച്ചുകൊണ്ട് കിടക്കുക. അത് കുറേ നേരം കഴിഞ്ഞ് അപ്പം ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
പെട്ടെന്ന് ഈശോയെന്ന് പറഞ്ഞു, അങ്ങനെ ചാടി എണിച്ച്. അപ്പോൾ പിന്നെ അമ്മേനെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണിപ്പിക്കണമെങ്കിൽ നമ്മൾ തല്ലി എണിപ്പിച്ചാൽ എണിക്കുകയില്ല. ചേട്ടനെ ഞാൻ പറഞ്ഞു, ഇതാ അമ്മ വന്നു, നമുക്ക് സ്തുതിക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ ചാടി എൻ്റെ കയ്യെ പിടിച്ച് കൈ കോർത്ത് ഞങ്ങൾ രണ്ടുപേരും സ്തുതിച്ചു. പിന്നീട് ചേട്ടൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുവാന്ന് പറഞ്ഞു. കടന്നു. ഞാൻ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കടന്നു. അതേപോലെ തന്നെ എൻ്റെ മോന് കഴുത്ത് വേദന ഉണ്ടായിരുന്നു. ഈ കഴുത്തിൻ്റെ കരണഞ്ഞരമ്പിൻ്റെ അവിടെ, ആ കരണഞ്ഞരമ്പ് ഒരു എല്ല് കഷ്ണം പോലെ ഇങ്ങനെ കട്ടിയായിട്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ആ സമയത്ത് ഞാൻ എല്ലാ ഇതും കൂടുമായിരുന്നു. അപ്പോൾ ഈ മോനെ ഞാൻ എന്നും എൻ്റെ അടുത്ത് നിർത്തി വെച്ച് ഞാൻ അവരോട് തൊട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മേ, ഈ എല്ല് പോലുള്ള ആ ഞരമ്പിനെ അമ്മ പഞ്ഞി പോലെ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം തൊട്ട് കുഞ്ഞിനാണെങ്കിൽ എഴുതാനോ രാവിലെ എണിച്ച് ഒരു അക്ഷരം എഴുതത്തോ ഇല്ല. അവന് എഴുതാൻ പറ്റില്ല, ഭയങ്കര കഴുത്തുവേനയാണ്. കുഞ്ഞിരുന്ന് എഴുതാൻ പറ്റില്ല, അവന് അക്ഷരങ്ങൾ അറിയില്ല, ടീച്ചർമാർ വഴക്ക്, വായിക്കാൻ അറിയില്ല. ഇപ്പോൾ കുഞ്ഞിന് ആ ഞരമ്പിന് വേദനയെ പൂർണ്ണ സൗഖ്യം കിട്ടി. അതേപോലെ തന്നെ കുഞ്ഞിനെ എഴുതാനും വായിക്കാൻ പഠിച്ചു, എഴുതാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടുണ്ട്. അതേപോലെ തന്നെ ചേട്ടന് പുറത്ത് 18 വർഷത്തിൻ്റെ മേളിലായ മുഴയുണ്ടായിരുന്നു. ഒരു മുഴ വലിയ മുഴയും ബാക്കിയുള്ള ഒരു 5-10 ചെറിയ ചെറിയ മുഴകൾ. അപ്പം ഞാൻ എന്നും ആ ലീവിന് വരുമ്പോൾ ആ തൈലം തൂക്കുമായിരുന്നു, തൈലവും ഉപ്പും ചേർത്ത് തൂക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ വന്നപ്പോൾ ഞാൻ അതിനെ തൈലവും ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്തേച്ച് അത് ആ മുഴയിൽ ഉരച്ചിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്. പിറ്റേ മാസം ആ മുഴയ്ക്ക് അതുവരെ വേദനയില്ലായിരുന്നു. ആ മുഴയ്ക്ക് വേദന പെട്ടെന്ന് വരികയും പെട്ടെന്ന് ക്രിസ്മസിന് വന്നതിൻ്റെ ആ സമയത്ത് ലീവിന് പോയി ഡോക്ടറെ കാണിക്കുകയും അത് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ ഞാൻ കാശുരൂപം കൊണ്ടുപോയി അവിടെ അത് നോർമലായി കിട്ടാനും വേറെ ഒരു കുഴപ്പമൊന്നും കൂടാതെ അങ്ങനെ 9ാമത്തെ ദിവസം അത് ബയോപ്സി ടെസ്റ്റ് നോർമലായി തന്നു. പുറത്ത് ഒത്തിരി മുഴകളുണ്ടായിരുന്നു, അത് ചെറിയ ചെറിയതായിരുന്നു. ആ മുഴയെല്ലാം ഈ പരിശുദ്ധ അമ്മ കൃപാസന അമ്മ വന്നതിൻ്റെ ശേഷം ഇതെല്ലാം മാഞ്ഞു പോയി. പിന്നീട് കാണാനേ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ചേട്ടന് ലിഗമെൻറ്റ്സ് കട്ടായിട്ട് മുട്ടുവേദനയായിരുന്നു. ഇങ്ങനെ ഇരിക്കാനോ മുട്ടുകുത്തി ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ ചേട്ടൻ വന്നപ്പം ഞാൻ എണ്ണ തൂത്തപ്പോൾ തൂക്കാൻ ഞാൻ കുരിശുവര കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പം ചേട്ടൻ എന്നെ നോക്കി ചിരിച്ച്. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, കളിയാക്കിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രിയിൽ ചേട്ടൻ ഭയങ്കര വേദനിച്ച് കരയുന്ന പോലെ എൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദനയാണ്, നീ ഇച്ചിരി തൈലം എടുത്ത് തൂക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ അന്നേരം അമ്മയ്ക്ക് നന്ദി പറഞ്ഞു, അമ്മ ഇത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ മകനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തതിൻ്റെ ശേഷം ഇന്ന് വരെ മുട്ടുവേദനയും വന്നിട്ടില്ല, നടുവേദനയും വന്നിട്ടില്ല, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തി. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ പ്രിയമുള്ളവരെ, മിനിമോൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് വാരിക്കോരി ദൈവം കൊടുത്തിരിക്കുക. നിങ്ങൾ സാക്ഷ്യം കണ്ടില്ല, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം കൃപകളാണ് ദൈവം കൊടുത്തത്. 18 വർഷമായ നടുവേദന അതെല്ലാം ഈശോ എടുത്തു മാറ്റുകയാണ്. ഭർത്താവിൻ്റെ മുഴ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടു. ഇങ്ങനെ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ കുഞ്ഞിൻ്റെ പരീക്ഷാ വിജയം മാർക്കിട്ട് പ്രാർത്ഥിച്ചെന്നാണ്, അങ്ങനെ ഒരു സാക്ഷ്യം ആദ്യമാണ്. മാർക്കിട്ട് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ മാർക്കിട്ട് പ്രാർത്ഥിച്ചത്, അതിനപ്പുറമായിട്ട് മാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. ഇനി പ്രത്യക്ഷീകരണ അനുഭവമുണ്ടായി, കൃപാസനം പ്രത്യക്ഷീകരണം ആവർത്തനമുണ്ടായി. അതായത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കണ്ടുവെന്നാണ് പറയുന്നത്. ഒരു വലിയ സാരി ആകാശത്ത് നിന്ന് വീഴുന്നത് പോലെ കണ്ടു. അതായത് പഴയ നിയമ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആകാശത്ത് നിന്ന് മേഘത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. വാഗ്ദാന പേടകം പോകുന്ന വഴിയിലെല്ലാം ഈ സാന്നിധ്യം നിഴലിക്കുമായിരുന്നു. അങ്ങനെ പുറപ്പാടിൻ്റെ പുസ്തകം 14:14 പറയും, അവരുടെ ജീവിത വഴി യാത്രയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം പകൽ മേഘസ്തംഭമായും രാത്രിയുടെ യാമങ്ങളിൽ അഗ്നിസ്തംഭമായും അവരുടെ കൂടെ നടന്നുവെന്ന്. എന്നിട്ട് പുറപ്പാട് പുസ്തകം പ്രസ്താവിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് മാത്രം ചെയ്താൽ മതി, മൗനമായിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവം യുദ്ധം ചെയ്യും. അപ്പോൾ ഈ മേഘത്തിൻ്റെ സാന്നിധ്യമാണ്. അത് കഴിഞ്ഞ് മാലാഖമാരെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയെ
നേരിട്ട് കണ്ടുവെന്നാണ് പറയുന്നത്. ഇതൊരു വലിയൊരു ദൈവാനുഭവമാണ്. പരിശുദ്ധമ്മയെ കണ്ടപ്പോൾ മിനിമോൾക്കുണ്ടായ സന്തോഷം എന്താണ്? എന്താ ഫീൽ ചെയ്യുന്നത്? സന്തോഷം എനിക്ക് പറയാൻ പറ്റത്തില്ല. അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് ഈ ഭൂമിയിൽ ഒരിക്കലും നമുക്ക് കിട്ടാൻ വയ്യാത്തൊരു സ്നേഹമാണ്. അത് പറഞ്ഞു തീർക്കാൻ വയ്യ. വലിയ ദൈവാനുഭവമാണ്. അതായത് ഉടമ്പടിയിലെന്താ? ദൈവം നിങ്ങളുടെ കൂടെ വരുമെന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ. അത് നിങ്ങൾ ഏത് ദുരന്തത്തിലാണെങ്കിലും, ഏത് വിഷമസന്ധിയിലാണെങ്കിലും, ഏത് കടക്കടിയിലാണെങ്കിലും, രോഗത്തിലാണെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ വരും. ദൈവം നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തെ ആശീർവദിക്കുകയാണ്, നമ്മുടെ ജീവിത ദുരിതങ്ങൾ ഏറ്റെടുക്കുകയാണ്, നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി പ്രാർത്ഥനകൾ കൃത്യമായി നിർവഹിച്ച് പ്രഭാത ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് 6 മണിക്ക് മുമ്പായിട്ട് ചൊല്ലി, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലി ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവസ്നേഹത്തിൽ നിറയുമ്പോൾ ഏത് കീറാമുട്ടിയായ വിഷയമാണെങ്കിലും ദൈവം ഏറ്റെടുക്കും. അതാണ് കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാതൃശക്തി എന്നുള്ളത്. അമ്മ മാതൃശക്തിയിലാണ് ഈ കൃപകളെല്ലാം വർഷിക്കപ്പെടുന്നത്. അങ്ങനെ നിരവധി പേർക്ക് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. നിരവധി പേര് സ്വപ്നത്തിലെ പരിശുദ്ധയമ്മ അടുത്ത് ചെന്ന് സൗഖ്യപ്പെട്ട അനുഭവങ്ങൾ കൃപാസനം യൂട്യൂബിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൃപാസനം പ്രേക്ഷക പത്രികയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവാനുഭവമാണ്. അതായത് ദൈവം നിൻ്റെ കൂടെ വരികയാണ്. വെളിപാടിൻ്റെ പുസ്തകം 11 പറയും, അങ്ങനെ ജീവിത ദുരിതങ്ങൾ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വാഗ്ദാന പേടകം കാണായി. അവിടെ സൂര്യനെ ഉടയാടിയാക്കി, ചന്ദ്രനെ പദപീഠമൊക്കെ പരിശുദ്ധമ്മ. കൃപാസനത്തിൽ പ്രത്യക്ഷയായ സിൽവർ ഗ്രേ കളറിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമാണ് ഉണ്ടാകുന്നത്.